വനത്തിനകത്ത് നിന്ന് ഞങ്ങൾ വനത്തിനുള്ളിൽ ഒളിച്ച് എന്നിട്ട് പിന്നെ ഫോറസ്റ്റുകാരും നമ്മുടെ KCB ഉദ്യോഗസ്ഥരും കൂടെ വന്നാണ് എന്നെ രക്ഷിച്ചുകൊണ്ട് വന്നത്. മറ്റേ അദ്ദേഹം ആറ്റിന്റെ സൈഡിലും കണ്ട് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഫോറസ്റ്റുകാർ ഇപ്പൊ പോയി കണ്ടുപിടിച്ച് അവരെയും ആമനെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു. വരുന്ന മറ്റേത് മക്കളുടെ മികച്ച ഭാവിക്ക് മികച്ച തുടക്കം. സ്റ്റെല്ല മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുളത്തൂപ്പുഴ. അഡ്മിഷൻ ആരംഭിച്ചു. മിതമായ ഫീസും വാഹന സൗകര്യവും. വിളിക്കൂ 6282537216. വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനായി പോയ KCB ജീവനക്കാർക്കു നേരെ കാട്ടാനയുടെ ആക്രമണം. കുളത്തൂപ്പുഴ സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻമാരായ ബെന്നി, ഋഷിരാജ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ഡാരി മാത്രക്കരിക്കും ചതുപ്പ് ഭാഗത്ത് വൈദ്യുതി ബന്ധം തകരാറിലാണെന്ന വിവരത്തെ തുടർന്നാണ് ബെന്നിയും ഋഷിരാജും ബൈക്കിൽ ഇവിടേക്ക് പുറപ്പെട്ടത്. മാത്രക്കരിക്കും ഭാഗത്ത് വെച്ച് വളവ് തിരിയവേ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിനടുത്തേക്ക് കുട്ടികൾ ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. ഇതോടെ ഇരുവരും ബൈക്ക് ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞെത്തിയ കുളത്തൂപ്പുഴ റേഞ്ച് വനപാലകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ബെന്നിയെ കണ്ടെത്തിയെങ്കിലും ഋഷിരാജിനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് ആശങ്കയ്ക്കിടയാക്കി. എന്നാൽ 2 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിൽ കല്ലടയാറിന്റെ തീരത്തു നിന്നും ഋഷിരാജിനെ കണ്ടെത്തിയതോടെയാണ് ആശങ്ക അവസാനിച്ചത്. വന്നതും 2 പെട്ടെന്ന് അടുത്ത് വരും. ബൈക്കും കളഞ്ഞിട്ട് തന്നെ കുറച്ച് ഉള്ളിലോട്ട് ഓടിച്ചു വന്നു. പ്രശ്നമൊന്നും സംഭവിച്ചില്ല. 4 ഉണ്ടായിരുന്നു. സംഭവിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ മാത്രക്കരിക്കാം ട്രാൻസ്ഫോമറിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എന്തോ ആൾക്കാർക്ക് LT കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ കറണ്ടില്ലാതെ. അങ്ങനെ ഞങ്ങൾ ട്രാൻസ്ഫോമറിൽ ചെക്ക് ചെയ്യാൻ പോയി. ചെക്ക് ചെയ്തു, ഫീസൊക്കെ ശരിയാക്കി. എന്നിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ആനക്കൂട്ടങ്ങൾ വന്നു. ഞങ്ങളുടെ നേർക്ക് ആനക്കൂട്ടങ്ങൾ വന്നു. അപ്പം ഞങ്ങൾ ബൈക്ക് വിട്ടിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വനത്തിനകത്തായിപ്പോയി. മാത്രക്കരിക്കും ഭാഗത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന വ്യാപകമായി കൃഷിവിളകൾ നശിപ്പിക്കുകയും വീടുകൾക്ക് അടുത്തുവരെ എത്തുന്ന അവസ്ഥയിലുമാണ്. കഴിഞ്ഞ മാസം വീട്ടിലേക്ക് പോയ ഗൃഹനാഥന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പട്ടാപ്പകൽ വീണ്ടും കാട്ടാന കൂട്ടമായി ജനവാസ മേഖലയ്ക്കരികിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അപകടങ്ങളൊന്നുമില്ലാതെ ഇരുവരെയും കണ്ടെത്തിയതിന്റെ ആശ്വാസത്തിലാണ് വനവകുപ്പും KCB അധികൃതരും നാട്ടുകാരും. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ. നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ അവിസ്മരണീയമായ ഒരു ചരിത്രമാക്കി മാറ്റുവാൻ പ്രൗഢിയുടെ പര്യായമായ വെഗനി കൺവെൻഷൻ സെന്റർ അഞ്ചൽ. ഏതു വലിയ ആഘോഷങ്ങൾക്കും അനുയോജ്യമായ വിശാലമായ സ്റ്റേജുകൾ, ലോകോത്തര നിലവാരത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി, 2 ഏക്കറോളം വരുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം, കൂടാതെ പ്രൈം ലൊക്കേഷനും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഇവന്റുകൾ ഞങ്ങൾ ഒരുക്കുന്നു. വെഗനി കൺവെൻഷൻ സെന്റർ, മാർത്തോമ പള്ളിക്ക് എതിർവശം, കണ്ണൻകോട്, അലയമൺ, അഞ്ചൽ.